നമസ്കാരം. സൗത്ത് ആഫ്രിക്ക ഒരുപാട് ആഗ്രഹിച്ച് സൗത്ത് ആഫ്രിക്ക ഒരു നോക്കൗട്ട് സ്റ്റേജെങ്കിലും കടന്ന് ഓരോ ICC ടൂർണമെൻ്റ് ഫൈനലിൽ വിജയിക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാ ഫാൻസിനും നിരാശ നൽകിക്കൊണ്ട് സൗത്ത് ആഫ്രിക്ക വീണ്ടും പഴയ സൗത്ത് ആഫ്രിക്ക തന്നെ ആയിരിക്കണം. ഇത്രയും ഈ ടീമിനെ സ്നേഹിക്കുന്ന ആരാധകരെയും ക്രിക്കറ്റ് ലോകത്തുള്ള ഇത്രയും ആൾക്കാരെയും വിഡ്ഢികളായിക്കൊണ്ട് ഈ ടീം വീണ്ടും ഇങ്ങനെ ചോക്ക് ചെയ്യുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്നത്തെ മാച്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 100% ന്യൂസിലൻഡ് ഈ വിജയം അർഹിക്കുന്നു, അവർ ഡിസർവ് ചെയ്യുന്നു. സൗത്ത് ആഫ്രിക്ക 1% പോലും ഈ വിജയം അർഹിക്കുന്നില്ല. അതിനുള്ള ഒരു കഷ്ടപ്പാടോ ഇൻറ്റൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എഫേർട്ടോ അവരുടെ ഭാഗത്തുനിന്ന് ഇന്ന് ഫീൽഡിലോ ബാറ്റ് ചെയ്തപ്പോഴോ ഒന്നും കാണാൻ സാധിച്ചില്ല. അതേസമയത്ത് ന്യൂസിലൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റിങ്ങിൽ രച്ചിൻ രവീന്ദ്ര, വില്യംസൺ, ഡാരിൻ മിച്ചൽ, ഫിലിപ്സ് ഇവരെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തു. ബോളിങ്ങിലേക്ക് വന്നപ്പോൾ അവരുടെ ഫീൽഡിങ്, അവരുടെ ക്യാപ്റ്റൻസി ബ്രില്യൻറ്റ്. ബോളിങ്ങൊക്കെ ഇത്രയും സൗത്ത് ആഫ്രിക്ക വരിഞ്ഞ് മുറക്കി ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ക്യാപ്റ്റൻസിയും ബ്രില്യൻ്റ് ആയിട്ടുള്ള എഫേർട്സ് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഫീൽഡിലായാലും ബോളിങ്ങിലായാലും പ്ലാൻസ്, എക്സിക്യൂഷൻസ് 100% ന്യൂസിലൻഡ് ഡിസർവ് ദിസ് വിൻ. 100% ഇന്ത്യയുടെ കൂടെ ഫൈനൽ കളിക്കേണ്ട ടീം ന്യൂസിലൻഡ് തന്നെയാണ്. ഒരുപാട് സൗത്ത് ആഫ്രിക്കയുടെ വിജയം ആഗ്രഹിച്ച, ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു ആരാധകനാണ് ഞാൻ. എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഇൻറ്റൻറ്റ് വെച്ചിട്ട്, ഈ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് സൗത്ത് ആഫ്രിക്ക ഒരിക്കലും ഒരു ICC ടൂർണമെൻറ്റ് വിൻ ചെയ്യാനോ അല്ലെങ്കിൽ നല്ലതായിട്ട് പെർഫോം ചെയ്യാനോ പോകുന്നില്ല. വിൻ ചെയ്യുന്ന പോലെ പെർഫോം ചെയ്യാൻ പോലും അവരെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നത്തെ കളി കണ്ടിട്ട് ശരിക്കും പരിതാപകരമെന്നേ പറയാനുള്ളൂ. സൗത്ത് ആഫ്രിക്കയുടെ പെർഫോമൻസ് ബാറ്റിങ്ങിലായാലും ഫീൽഡിങ്ങിലായാലും മൊത്തത്തിൽ ഒരു ഇൻറ്റൻറ്റ് ഇല്ലാത്ത, കാണുന്നവർക്കുള്ളൊരു ആവേശം പോലും ഇല്ലാത്തൊരു ടീം. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ബട്ട് ന്യൂസിലൻഡ്, ഹാറ്റ്സ് ഓഫ് ടു ന്യൂസിലൻഡ്. അത്രയും നല്ല പെർഫോമൻസ്, ഇത്രയും എഫേർട്ട് ഒരു ടീം എടുക്കുമ്പോൾ പിന്നെ അവരല്ലാതെ പിന്നെ ആരാ ജയിക്കേണ്ടത്? ഇത് എന്തുകൊണ്ട് ന്യൂസിലൻഡ് ഡിസർവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാറ്റിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് അവരുടെ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻസ്. രച്ചിൻ രവീന്ദ്രയുടെ ബാറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വില്യംസൻ്റെ ബാറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിനുശേഷം ആക്സിലറേറ്റ് ചെയ്യേണ്ട സമയത്ത് ഡാരിൽ മിച്ചലും അതിനുശേഷം ഫിലിപ്സും ബാറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ അവർക്കൊരു പ്രോപ്പർ പ്ലാനും അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റും ആ ഇൻറ്റൻറ്റും ഉണ്ടായിരുന്നു ബാറ്റിങ്ങിൽ. അതേപോലെ തന്നെ ബോളിങ്ങിലേക്ക് വരുമ്പോൾ സാറ്റ്നർ ആയാലും അതുപോലെ തന്നെ ബ്രേസ്വെൽ ആയാലും ഈവൻ ഫിലിപ്പും രവീന്ദ്രയും വെച്ചിട്ട് പോലും അവർ സൗത്ത് ആഫ്രിക്കയെ വരിഞ്ഞ് മുറുക്കി. ആ ഒരു എന്താ പറയുക, ഫീൽഡിൽ ആ ഒരു പ്രഷർ ബിൽഡ് ചെയ്യുന്നത്, ആ ഒരു സിംഗിൾസോ ഡബിൾസോ ഒന്നും എടുക്കാൻ സമ്മതിക്കാതെ ബിൽഡ് ചെയ്യുന്നതൊക്കെ അവരുടെ ആ ഒരു എന്താ പറയുക പാഷൻ, ആ ഒരു മാച്ച് ജയിക്കണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ്. അതായത് ഫിലിപ്സൊക്കെ സ്വയം എടുത്തെറിയായിരുന്നു ഗ്രൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അത് എല്ലാ ഫീൽഡേഴ്സും അത്രയും അവർ ആഗ്രഹിച്ച് എഫേർട്ട് ഇട്ടാണ് കളിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് 0. സൗത്ത് ആഫ്രിക്ക എന്തുകൊണ്ട് അത് ഡിസർവ് ചെയ്യുന്നില്ല ചോദിച്ചാൽ 0% ക്യാപ്റ്റൻസി, 0% എഫേർട്ട് ഇൻ ബോളിങ്ങിലോ അല്ലെങ്കിൽ ഫീൽഡിങ്ങിലോ. നല്ല ഫീൽഡേഴ്സാണ് എല്ലാവരും, പക്ഷേ ഫീൽഡിങ്ങിൽ അങ്ങനെ ഒരു എനർജിയോ ഒരു ഇൻറ്റൻറ്റോ ഇന്നത്തെ മാച്ചിൽ കണ്ടതേയില്ല. അതുപോലെ തന്നെ ബാറ്റിങ്ങിലേക്ക് വന്നു വരുമ്പോൾ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത, റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെ ബാറ്റ് ചെയ്യണമെന്ന് അറിയാത്ത കുറേ ബാറ്റ്സ്മാൻമാർ. ആകെ വാൻഡേഴ്സൺ മാത്രമേ ഉള്ളൂ അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശംസ അർഹിക്കുന്നത്. ബാക്കി എല്ലാവരും, പ്രത്യേകിച്ച് ബാവുമ, ക്യാപ്റ്റൻസി ആയാലും ശരി, ഇന്നത്തെ ബാറ്റിംഗ് ആയാലും ശരി, എൻ്റെ ഒന്നും പറയാൻ വയ്യ. അതായത് ബാവുമ ബാറ്റ് ചെയ്യുന്നുണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഴയ അമ്മാവന്മാർ, പനി പിടിച്ച അമ്മമാർ വന്ന് നിൽക്കുന്ന പോലെ വന്നു. ഒരു ഉഷാറും ഇല്ലാത്ത, ഒരു ഇൻറ്റൻറ്റും ഇല്ലാത്ത ആ പവർ പ്ലേയിൽ ഇത്രയും ബോൾ, 17 ബോളിൽ 3 റൺ എടുത്ത് നിന്നിട്ട് ബാവുമ നിന്നിട്ട് ആ പ്രഷർ ബിൽഡ് ചെയ്തിട്ടാണ് ആ റിക്കിൾട്ടൺ ഔട്ട് ആവുന്നത്. നന്നായിട്ട് കളിച്ചു വന്ന റിക്കിൾട്ടൺ. ഒന്നും പറയാനില്ല ബാവുമയുടെ കാര്യത്തിൽ. ഇവനൊന്നും ഒരു ക്യാപ്റ്റൻ അവൻ ഡിസർവ് ചെയ്യുന്നതില്ല, പ്രത്യേകിച്ചും വൈറ്റ് ബോളിൽ. ടെസ്റ്റിൽ എന്തോ ആയിക്കോട്ടെ, വൈറ്റ് ബോൾ ഡിസർവ് ചെയ്യുന്നതേ ഇല്ല. ഒരിക്കലും വൈറ്റ് ബോൾ കളിപ്പിക്കരുത് ബാവുമയൊന്നും. ബാവുമ ഈ മാച്ചിന് മുമ്പ് റിസ്വാൻ്റെ അടുത്ത് പോയി കോച്ചിങ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതായത് ഒരു ബോൾ എടുത്ത് ഡിഫെൻസ് ചെയ്യുമ്പോൾ അത് മുന്നോട്ടൊന്ന് ഡ്രൈവ് ചെയ്യാനുള്ളൊരു ഇൻറ്റൻറ്റ് കാണിക്കണ്ടേ? എത്ര ബോൾ ടച്ച് ആവാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റ്സ്മാൻ തട്ടും? എത്ര ബോൾ തട്ടും ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ ഉള്ള, ഇത്രയും നാൾ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു ബാറ്റ്സ്മാൻ വൈറ്റ് ബോളിൽ അതായത് പാകിസ്ഥാനിലാണ് ഈ ഹൈവേ പിച്ചിൽ എത്ര ബോൾ തട്ടണം ഒരു ബാറ്റ്സ്മാൻ ഇത്രയും വലിയൊരു സ്കോർ ചേസ് ചെയ്യുമ്പോൾ? അവിടുന്ന് തുടങ്ങിയാണ് പതിന്. വേറെ ആരും പറഞ്ഞിട്ട് വരില്ല. ക്യാപ്റ്റൻ റെസ്പോൺസിബിലിറ്റിയാണ്. ഓപ്പണിങ് ഇറങ്ങി അത്രയും റൺ റേറ്റ് അവിടെ വരാതെ നിന്നത്, അത്രയും ബോൾ തിന്നത്, 50 റൺ അടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു ഇൻറ്റൻറ്റ് പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടായിരുന്നു. റിക്കിൾട്ടൻ്റെ വിക്കറ്റ് കളഞ്ഞത്. വാൻഡേഴ്സൺ ഒരു സൈഡിൽ നിന്ന് പുള്ളി റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ബാറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബാവുമ ഒന്നും പറയാനില്ല. ഇനി ന്യൂസിലൻഡ് ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ രച്ചിൻ രവീന്ദ്ര 5ാമത്തെ സെഞ്ചുറിയാണ് ICC ഇവൻസിൽ. ടോട്ടൽ 5 സെഞ്ചുറി ഉള്ളൂ. 5 സെഞ്ചുറിയും ICC ഇവൻസിലാണ്. എന്ത് ഫ്ലോലെസ് ആണ് പുള്ളി ബാറ്റ് ചെയ്തത്. പ്യുവർ ടൈമിങ്. അതായത് ഓവറായിട്ട് ഹിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, ഒരു ഡെസ്പറേഷൻ ഇല്ല, ഒന്നുമില്ല. വെയിറ്റ് ചെയ്തിട്ട് പേഷ്യൻ്റായിട്ട് ഗ്യാപ്സിലൂടെ കളിച്ച് സിംഗിൾസ് എടുക്കുന്നു, ഡബിൾസ് എടുക്കുന്നു,
സ്ട്രോക്സ് ഒക്കെ കളിക്കുമ്പോൾ ഫുൾ ഫേസിൽ വെച്ചിട്ട് അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നതിന് എന്താ രസം, എന്താ ഷോട്ട്സ്, ഫുൾ ഷോട്ട് കളിച്ചതും കവർ ഡ്രൈവ് കളിച്ചതും, ഒരു രക്ഷയില്ലാത്ത ബാറ്റിങ്. ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റിങ്ങിൻ്റെ നല്ല അഴകൊത്ത ഒരു സെഞ്ചുറി തന്നെ സച്ചിൻ രവീന്ദ്രൻ. അതുപോലെ തന്നെ വില്യംസൺ ഇതിനു മുമ്പ് കഴിഞ്ഞ കളിയിൽ ഇന്ത്യയുടെ കൂടെയുള്ള കളിയിൽ നമ്മൾ കണ്ടാണ് മനോഹരമായിട്ട് ബാറ്റ് ചെയ്തു. ഇന്നും അതുപോലെ തന്നെ മനോഹരമായിട്ട് ബാറ്റ് ചെയ്തു. അവസരത്തിനൊത്ത് സച്ചിൻ രവീന്ദ്രയ്ക്ക് സപ്പോർട്ട് ചെയ്ത് അവിടെ നിന്നു. അതിനുശേഷം സച്ചിൻ രവീന്ദ്ര ഔട്ടായതിനു ശേഷം ആക്സിലറേറ്റ് ചെയ്തു, സെഞ്ചുറി കംപ്ലീറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് ന്യൂസിലൻഡ് ഒരു പ്ലാറ്റ്ഫോം റെഡി ആയി കഴിഞ്ഞു. പിന്നീട് ഡാരൽ മിച്ചൽ വന്നിട്ട് അല്ലെങ്കിൽ ഫിലിപ്സ് ഒക്കെ വന്നിട്ട് പിന്നെ അടിച്ചാൽ മതി എന്നുള്ള സ്റ്റേജായി. അത് അവർ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. ആ ഒരു അവസാനത്തെ ടൈമിൽ ഇവരുടെ ഒരു റണ്ണ് തടയാൻ വേണ്ടിയിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിച്ചതേ ഇല്ല. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ബാവുമ എന്ന് പറഞ്ഞ ക്യാപ്റ്റനോ അല്ലെങ്കിൽ ആ ടീമോ എഫോർട്ട് ഇട്ടതായിട്ടും തോന്നിയില്ല. ബോളിങ്ങിൽ റബാഡയും അതുപോലെ തന്നെ യാൻസനും അത്യാവശ്യം കുഴപ്പമില്ലാതെ എറിഞ്ഞു എന്നുള്ളതല്ല. മഹാരാജൊന്നും എന്താ പറയുന്നത് ഒരു നിഴൽ പോലും അല്ല പഴയ മഹാരാജൻ്റെ. അതുപോലെ തന്നെ ഈ എങ്കിടി എന്തിനാണ് കളിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്കിടിക്ക് സത്യം പറഞ്ഞാൽ ഭാഗ്യത്തിനാണ് ആ വിക്കറ്റ് കിട്ടുന്നത്. ആ ഷംസിയെ കളിപ്പിച്ചാൽ മതിയല്ലോ. ഇതിലും ഭേദം ഷംസിയായിരുന്നു. കാരണം ഇങ്ങനെ അറിയാനാണെന്നുള്ള ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ ഇങ്ങനെ ഒരു പിച്ചിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ കൊണ്ടൊരു ബാറ്റ്സ്മാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടേ റണ്ണ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനൊരു ബോളറിനെ സാധിക്കണ്ടേ, അല്ലെങ്കിൽ ആ ക്യാപ്റ്റനോ അവരുടെ ആ ഒരു ടീമിനെ സാധിക്കണ്ടേ. അത് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത്ര ഈസി ആയിട്ട് ഒരു റൺ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് ഡിസേർവ് ടു വിൻ. അത് സത്യമാണ്. 300 എന്താ പറയുന്നത്, ആ ലാസ്റ്റ് ഒരു 320 ഒതുക്കാൻ പറ്റുന്ന സമയം ഉണ്ടായിരുന്നു. അവിടുന്ന് ഈസി ആയിട്ടാണ് അവർക്ക് റൺ അടിക്കാൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്. പത്തറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ്, ബോളിങ്, ഫീൽഡിങ് ഒന്നും പറയാനില്ല ആ ഒരു കാര്യത്തിൽ. ഇനി സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞല്ലോ, ബാവുമ്മയുടെ ഉറക്കം തൂങ്ങിയുള്ള സ്റ്റാർട്ട് ആ പവർ പ്ലേയിൽ. ആ റിക്കിൾട്ടൻ്റെ വിക്കറ്റ് കളയാനായിട്ട് മേജറായിട്ടുള്ള കാരണം ഇവൻ്റെ ഈ അഴച്ചിലാണ്. കണ്ടുകൊണ്ടിരുന്ന നമുക്ക് തന്നെ ഭ്രാന്ത് പിടിക്കും. 17 ബോളിൽ 3 റൺ അടിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്ട്രോക്ക് കളിക്കാനുള്ളൊരു ഇൻറ്റൻഷനെങ്കിലും കാണിക്കണ്ടേ, ബോഡി ലാംഗ്വേജിലെങ്കിലും. ഉറക്കം തൂങ്ങുക എന്നിട്ട് ഇത് മറ്റേ സൈഡിൽ നിന്ന് റിക്കിൾട്ടൻ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് പ്രഷർ കൂടിയിട്ടാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുക. ഒരു ബാറ്റ്സ്മാൻ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ എൻഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവൻ പ്രഷറിലേക്ക് വരും. അതും ഇത്രയും ഹൈ സ്കോർ നമ്മൾ ചേസ് ചെയ്യുന്ന സമയത്ത്. ഇനി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വാണ്ടർഡസൺ അതിമനോഹരമായിട്ട് ബാറ്റ് ചെയ്തു. അതിനുശേഷം ഇങ്ങോട്ട് വന്ന മാർക്കും കുറച്ച് ട്രൈ ചെയ്തെന്ന് പറയാം. ബാക്കി ആർക്കും ഒരു ഇൻറ്റൻറ്റ് ഞാൻ കണ്ടില്ല. ക്ലാസ്സിനൊക്കെ ഇറസ്പോൺസിബിളായിട്ട് എപ്പോഴും അടിക്കുന്ന പോലെ ബാക്ക് ഫുട്ടിൽ പോയിട്ടൊരു ഷോട്ട് അടിച്ച്. പിന്നെ ഡേവിഡ് മില്ലറിനെ ഇങ്ങനെ പ്രശംസ കൊണ്ട് ചൊരിയാണ് എല്ലാവരും ഈ മാച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനു വേണ്ടിയിട്ടാണെന്ന്. ഡേവിഡ് മില്ലർ വന്നത് അവസാന സമയത്തൊന്നുമല്ല, അത്യാവശ്യം റൺ റേറ്റ് വേണ്ട സമയത്താണ് ഡേവിഡ് മില്ലർ വന്നത്. ഒരു സൈഡിൽ കൂടെ വിക്കറ്റ് പോകുന്നുണ്ടോ എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഒരു ഇൻറ്റൻറ്റ് പോലും, റബാഡയുടെ ഇൻറ്റൻറ്റ് പോലും എനിക്ക് ഡേവിഡ് മില്ലറിന് കണ്ടില്ല. ഇത്രയും സൈഡിൽ ഇത്രയും റണ്ണ് ചേസ് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് റണ്ണ് സ്കോർ ചെയ്ത് ഇത്ര റൺ അടിക്കുക എന്നുള്ളതല്ലല്ലോ. മാച്ച് ജയിക്കുക എന്നുള്ളതാണ്, ടീമിന് വേണ്ടിയിട്ട് ജയിക്കുക എന്നുള്ളതല്ല. ടീം ജയിക്കാതെ ഇനി ഡേവിഡ് മില്ലർ എത്ര റൺ അടിച്ചിട്ട് എന്താ കാര്യം? ഇപ്പോഴല്ല, അതായത് ഡേവിഡ് മില്ലർ വന്ന സമയത്ത് ഒരുപക്ഷെ ആക്സിലറേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നുണ്ട്. യാൻസനെ കൂട്ടുപിടിച്ചിട്ടോ അല്ലെങ്കിൽ മോൾഡർ വന്നപ്പോഴോ അതിനുള്ള ഒരു ഇൻറ്റൻറ്റ് കാണിച്ചിരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഔട്ടായി പോയിക്കോട്ടെ, ഇതിലും ഭേദം. അപ്പോഴും തോക്കും ഇപ്പോഴും തോക്കും. പക്ഷേ ആ സമയത്ത് അടിക്കാതിരുന്നിട്ട് ഈ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് 5 ഓവർ ഉള്ളപ്പോഴൊക്കെ വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് 5 ഓവറിലൊക്കെ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് 5 ഓവറിൽ 110 റണ്ണാണ് വേണ്ടത്. ഡേവിഡ് മില്ലർ അല്ല, ഇനി ആരടിച്ചാലും എത്തുമെന്നാണ് പറയുന്നത്. 5 ഓവറിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് 20 റൺസിന് മേളിൽ ആരടിക്കും? ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം. അത് 10 ഓവറിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ചെയ്യാതെ അവസാനം വരെ നിന്നിട്ട് അടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഡേവിഡ് മില്ലർ ഒരു ഫിനിഷറാണെന്നൊക്കെ പറയണത്, ക്ലാസനായാലും ശരി, ഡേവിഡ് മില്ലർ ആണെങ്കിലും ശരി, ഒരു ഫിനിഷറാണെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല ക്രൂഷ്യലായിട്ടുള്ള മാച്ചിൽ അടിച്ച് ജയിപ്പിക്കണം. അല്ലെങ്കിൽ വല്ല ബയലാട്രൽ സീരീസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളായിട്ടുള്ള മാച്ചിൽ അടിച്ചാൽ മാത്രം പോരാ. ഇങ്ങനെയുള്ള ക്രൂഷ്യൽ മാച്ചുകളിൽ ICC ടൂർണമെൻറ്റ്സിലൊക്കെ ക്രൂഷ്യൽ മാച്ച് രാജ്യത്തിന് വേണ്ടി അടിച്ച് ജയിപ്പിക്കണം. അങ്ങനെയൊക്കെ നോക്കുമ്പോഴാണ് ജഡേജ, ഹാർദിക് പാണ്ഡ്യയൊക്കെ എത്ര വേറെ ലെവലാണെന്ന് മനസ്സിലാവുന്നത്. ഇതിനെപ്പറ്റി ഈ ഡേവിഡ് മില്ലറിനെയൊക്കെ ഒരു ഫിനിഷറിന് ഞാനും കരുതിയിരുന്നു. പക്ഷേ എന്താണ് ഒരു ICC ടൂർണമെൻറ്റിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ക്രൂഷ്യൽ മാച്ചിൽ എന്താണ് ഡേവിഡ് മില്ലർ അടിച്ചത്? കഴിഞ്ഞ 2024 വേൾഡ് കപ്പിൽ അടിച്ചോ? ഫൈനൽ ഇന്ത്യയുടെ കൂടെ അടിച്ചില്ല. അതിന് മുമ്പ് 2023 50 ഓവർ വേൾഡ് കപ്പിൽ അടിച്ചോ ക്രൂഷ്യൽ മാച്ചിൽ? ഇല്ല. പിന്നെ എന്താണ് ഫിനിഷർ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഡേവിഡ് മില്ലർ പ്രത്യേകിച്ച് ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെയും വാണ്ടർഡസൺ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള റൺ റേറ്റിന് വേണ്ടി ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് കളിച്ചായിട്ട് എനിക്ക് തോന്നിയത്. സാറ്റ്നറിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ക്രൂഷ്യൽ ആയിട്ടുള്ള വിക്കറ്റ്സ് എല്ലാം എടുത്തത് വാണ്ടർഡസനായാലും ക്ലാസനായാലും അതുപോലെ ബാവുമ്മയുടെ വിക്കറ്റ് സത്യം പറഞ്ഞാൽ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഇവർക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് വിജയം ഉറപ്പിക്കായിരുന്നു. എന്തായാലും സാറ്റ്നറിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. പുള്ളിയാണ് അവിടെ മിഡിൽ ഓവേഴ്സിൽ ഇവരെ വരിഞ്ഞ് മുറുക്കിയത്. റൺ അടിക്കാൻ
ഇവരിങ്ങോട്ട് റണ്ണടിച്ച് വരുന്ന സമയത്ത് എത്ര മനോഹരമായിട്ടാണ് വിക്കറ്റ് ടു വിക്കറ്റ് ബോൾ ചെയ്ത് ഒരു റൂം പോലും ബാറ്റ്സ്മാന് കൊടുക്കാതെ ഫീൽഡ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് സിംഗിൾസ് എടുക്കാൻ സമ്മതിക്കാതെ പ്രഷറിലാക്കി അവസാനം ബാറ്റ്സ്മാൻ ഇത്രയും വലിയ സ്കോർ ചെയ്ത് ചെയ്യുമ്പോൾ അടിച്ചേ പറ്റും. ആ സിറ്റുവേഷനിൽ വിക്കറ്റ് നഷ്ടപ്പെടുകയാണ്. റെഗുലർ ഇൻ്റർവെൽസിൽ വിക്കറ്റ് എടുത്തുകൊണ്ടേയിരുന്നു. ഇനി രച്ചിൻ രവീന്ദ്ര ആയാലും ഫിലിപ്സ് എല്ലാം വന്ന് ബോൾ ചെയ്തപ്പോഴും അത്യാവശ്യം നന്നായിട്ട് അവരും സപ്പോർട്ട് ചെയ്തു. മാറ്റ് ഹെൻറി അതിമനോഹരമായിട്ട് ബോൾ ചെയ്തു. ജാമിസൺ അതിമനോഹരമായിട്ട് ബോൾ ചെയ്തു. പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയത് ഉറൂക്ക് മാത്രമേ ഉള്ളൂ. ന്യൂസിലാൻഡ് എക്സെപ്ഷനലി നന്നായിട്ട് ബോൾ ചെയ്തു. അതുപോലെ തന്നെ ഫീൽഡിങ്ങിൽ ഒരു രക്ഷയില്ല. ഫീൽഡിങ്ങിൽ എന്ത് എഫോർട്ട്. മാറ്റ് ഹെൻറി തന്നെ ക്ലാസിൻ്റെ ക്യാച്ച് ഏകദേശം പരിക്കാവുന്ന പോലെയൊക്കെ തോന്നി, പക്ഷേ പിന്നീട് വന്ന് ഫീൽഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിലിപ്സ് ഓൾ ഓഫ് ദ ഗ്രൗണ്ട് ഓടി നടക്കുകയാണ് സിംഗിൾസ് ഡബിൾ ആവാതിരിക്കാൻ, അതുപോലെ തന്നെ സിംഗിൾസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും കീപ്പ് ചെയ്യുന്ന ടോം ലാഥം എക്സെപ്ഷണലായിട്ട് കീപ്പ് ചെയ്തു. ആ ഒരു മഹാരാജൻ്റെ ക്യാച്ച് എടുത്തൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി ക്യാച്ച്. അങ്ങനെ മൊത്തത്തിൽ ന്യൂസിലൻഡ് ഈ മാച്ചിൽ 100% അവർക്ക് ഫൈനലിൽ എത്തണമെന്നുള്ള ഇൻറ്റൻറ്റ് ഉണ്ടായിരുന്നു, അവരുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു, പ്ലാൻ ഉണ്ടായിരുന്നു, അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള അവരുടെ കഴിവുണ്ടായിരുന്നു. സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. എക്സെപ്ഷണലി വെൽ ഡൺ ബൈ ന്യൂസിലൻഡ്. സൗത്ത് ആഫ്രിക്ക 1% പോലും ഈ മാച്ച് ജയിക്കാൻ അർഹിക്കുന്നില്ല. ഓവറോൾ പെർഫോമൻസ് പറയാനാണെന്നുണ്ടെങ്കിൽ ന്യൂസിലൻഡിലെ എല്ലാവരും അതിമനോഹരമായിട്ട് പെർഫോം ചെയ്തു. ഇന്ത്യക്ക് ന്യൂസിലൻഡ് തക്കതായ ഒരു എതിരാളി തന്നെയാണ് ഫൈനലിൽ. അന്നത്തെ മാച്ച് തോറ്റു എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. കാരണം അവരതിൽ നിന്ന് പാഠം പഠിച്ച് ഇന്നത്തെ മാച്ചിലൊക്കെ നോക്കുകയാണെങ്കിൽ ആസ് എ ടീം അവർ എത്രത്തോളം വിജയം ആഗ്രഹിക്കുന്നു, എത്രത്തോളം അതിനുവേണ്ടി എഫോർട്ട് എടുക്കുന്നതെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫൈനലിൽ ഇന്ത്യക്ക് നന്നായിട്ടുള്ള ചലഞ്ച് ഉറപ്പായിട്ട് ന്യൂസിലൻഡ് കൊടുക്കുന്നുള്ള 100% ഉറപ്പാണ്. അതിനുള്ള പ്ലെയേഴ്സും അവരുടെ കയ്യിലുണ്ട്. ഇന്നിപ്പോൾ സ്പിന്നേഴ്സൊക്കെ എറിഞ്ഞത് അതിമനോഹരമായിട്ടാണ്. ഈ ഒരു ബോളിംഗ് അവർ ഫൈനലിലും കൂടെ കാഴ്ചവെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻസി ഒക്കെ അവർക്ക് കാഴ്ചവെക്കാൻ പറ്റും. അണ്ടർ പ്രഷർ ആവാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ പോലൊരു വലിയ ടീമിനോട് ഫേസ് ചെയ്യുമ്പോൾ അണ്ടർ പ്രഷർ ആവാതെ ഇതേപോലുള്ള പെർഫോമൻസ് അവർക്ക് കാഴ്ചവെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് വലിയൊരു ചലഞ്ച് തന്നെ ആയിരിക്കും ന്യൂസിലൻഡ്. ഈ മാച്ച് തുടങ്ങിയപ്പോൾ ഞാൻ സൗത്ത് ആഫ്രിക്ക ജയിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സൗത്ത് ആഫ്രിക്കയുടെ എഫോർട്സും ന്യൂസിലൻഡ് എഫോർട്സും തമ്മിൽ നോക്കുമ്പോൾ ആരാണ് ഡിസേർവിങ്. നമ്മൾ ക്രിക്കറ്റ് കാണുന്ന ഒരാൾക്ക് പെർഫോം ചെയ്യുന്നതോ അല്ലെങ്കിൽ എഫോർട്ട് എടുക്കുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡിൻ്റെ ഭാഗത്ത് തന്നെയാണ് കളി പകുതി കഴിഞ്ഞപ്പോൾ തന്നെ ന്യൂസിലൻഡ് ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു തുടങ്ങി. സൗത്ത് ആഫ്രിക്ക ഇത് ഡിസേർവ് ചെയ്യുന്നില്ല നമ്മൾ. എന്തായാലും ഒരിക്കൽ കൂടി ഒരു ഹാർഡ് കോർ സൗത്ത് ആഫ്രിക്ക ഫാൻ ഈ ഒരു മാച്ച് തോറ്റൽ എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. 2015 വിഷമമുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2020 വേൾഡ് കപ്പിൻ്റെ ലാസ്റ്റിൽ ഇന്ത്യ അടിച്ച് ജയിച്ചപ്പോൾ വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മാച്ച് തോറ്റൽ ഒരു വിഷമമില്ല. അവർക്ക് 100% അർഹിക്കുന്ന തോൽവി തന്നെയാണ്. എന്തായാലും ഇനി ഫൈനലിലേക്കുള്ള 2 ടീമുകളുടെയും പ്ലാൻസും പ്രിപ്പറേഷൻസും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രിവ്യൂ വീഡിയോയിൽ വീണ്ടും കാണുന്നിടം വരെ ബൈ.